തിങ്കിങ് കുറയ്ക്കാനുള്ള മൂന്നാമത്തെ പ്രാക്ടീസ് ഡിജിറ്റൽ ഡിറ്റോക്സ്. അതായത് 30 മിനിറ്റ് സമയത്തേക്ക് ഫോണിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും വിട്ടു നിൽക്കുക. നമ്മൾ ചുറ്റുപാടുമുള്ള ശബ്ദത്തെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ ശബ്ദം, നമ്മൾ വീട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ശബ്ദം, വാതിലടയ്ക്കുന്ന അതിൻ്റെ ശബ്ദം, പുറത്തേക്കൊന്ന് പോകുമ്പം ആളുകൾ സംസാരിക്കുന്നതിൻ്റെ ശബ്ദം, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഈ ഓവർ തിങ്കിങ് വരുന്ന സമയത്ത് ചെയ്യേണ്ട പ്രാക്ടീസാണെന്നെല്ലാം. ഇത് 2 പ്രാക്ടീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ കൂടെ ഇതും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഓവർ തിങ്കിങ്ങിൻ്റെ അളവ് കുറഞ്ഞു വരുന്നതാണ്. അടുത്തൊരു പ്രാക്ടീസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, നിങ്ങൾക്ക് ആ ഒരു ദിവസം ചെയ്തു തീർക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ മാത്രം എടുത്ത് ചെയ്യുക. അടുത്തതെന്ന് പറയുന്നത് റീഫ്രെയിമിങ് യുവർ തോട്ട്. നിങ്ങളുടെ ചിന്തയെ ഒന്ന് റീഫ്രെയിമിങ് ചെയ്യുക. അനാവശ്യ ചിന്ത കയറി വരുമ്പോൾ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ചിന്ത വരുന്ന സമയത്ത് മനസ്സിനോട് തന്നെ പറയുക, ഇത് ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ, നിനക്കിത് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊന്ന് പുനർചിന്തനം ചെയ്യുക. അതാണ് റീഫ്രെയിമിങ് യുവർ തോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്ത് പരിശീലിച്ചാൽ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന അനാവശ്യ ചിന്തകളെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിയും.